റിപ്പോർട്ടറിന്റെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. സാധാരണ ന്യൂസ് ചാനൽസ് ഈ ഏറ്റവും കൂടുതൽ വാച്ച് ടൈം കിട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അഡ്വർടൈസ്മെന്റ് പുഷ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ആ പഹൽഗാം സന്ദർഭം വന്ന സമയത്ത് 2 ലക്ഷത്തിലധികം ആളുകൾ വരെ അത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു നാഷണൽ മീഡിയയ്ക്ക് പോലും അത്രയും വാച്ച് ടൈം ഇല്ല. ഞാൻ എടുത്ത് നോക്കുകയാണ്, മറ്റേ അർണബിന്റെ ചാനലില്ലേ, മറ്റേ എന്താണ് എന്റെ പേര്, റിപ്പബ്ലിക്. അതിലൊക്കെ റിപ്പോർട്ടറിൽ മിനിമം 25,000 ഉണ്ടാവും. പക്ഷെ അതിനകത്ത് ഒരു 10,000 പോലും എപ്പോഴും വരില്ല. പക്ഷെ റിപ്പോർട്ടറിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ സമയത്ത് ഇവർ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല. അത് പറയാറുണ്ട്. സ്ട്രാറ്റജിയാണ്. വയനാട് ലാൻഡ് സ്ലൈഡിംഗ് ഇഷ്യൂ വന്ന സമയത്തും അവരത് അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നതേ ഇല്ല. കാരണം അവിടെ അഡ്വർടൈസ്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ കൊഴിഞ്ഞു പോകും. ആ ആളുകളെ സ്കിപ്പ് ചെയ്യിക്കാതെ ന്യൂസിലേക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും. പക്ഷെ അവരുടെ സ്കില്ലല്ലേ. അവരുടെ വേറൊരു പ്ലസ് കൂടിയല്ല അതില്. ഇപ്പൊ ഈ ഒരു പീക്ക് ടൈമിൽ ഇത്രയും അഡ്വർടൈസ്മെന്റ്, അതായത് ഇത്രയും അഡ്വർടൈസ്മെന്റിന് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമായിട്ട് കൂടി അത് അവരെ റിജക്ട് ചെയ്യുന്നില്ലേ? അവരതിനെ റിജക്ട് ചെയ്തിട്ട് അതായത് ആ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പൊ പെൽഗാമിന്റെ ആ ഒരു സംഭവം ഉണ്ടാവുന്ന നേരം ആ ഒരു ടൈമിൽ അവര് ഏത് അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നു അതിന് അത്രയും റീച്ച് കിട്ടും, അതിന് അത്രയും പേയ്മെന്റ് വാങ്ങാം എന്നുള്ളൊരു സംഭവം കൂടി ഇല്ലേ? അതിനെ അവര് റിജക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്.